ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ആ ആദ്യം തന്നെ ഈ അബ്ദുൽ സമദ് സമദാനി ഒരു നല്ല നബി ചര്യയുടെ അനുഗാമിയാണ്. തരക്കേടില്ലാതെ തന്നെ നബിയെ അനുകരിക്കാൻ അദ്ദേഹം ശ്രമിച്ച് വർഷങ്ങൾക്കപ്പുറത്ത് ഉണ്ടായ ഒരു വിവാദത്തിലൂടെയാണ് എനിക്ക് സമദാനിയെ ഓർമ്മ വരുന്നത്. സമദാനി എന്ന പേര് കേൾക്കുമ്പോൾ ചില ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചരിത്രപരമായിട്ട് വരും. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അബ്ദുൽ സമദ് സമദാനിയെ പറ്റി. കാരണം നബി അദ്ദേഹത്തിന്റെ 40 വയസ്സ് വരെയുള്ള ജീവിതകാലം നമുക്കാർക്കും വിമർശനപരമല്ല. അത് കഴിഞ്ഞുള്ളതും നമുക്ക് വിമർശനപരമല്ല. കാരണം അന്നത്തെ മനുഷ്യരങ്ങനൊക്കെ ആയിരുന്നു. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അതവര് ഉദ്ധരിക്കുന്ന ചില തെളിവുകൾ അത് പുതുമയില്ല. കാരണം വെല്ലുവിളിച്ച എം അക്ബർ സാഹിബ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ 19ാം നൂറ്റാണ്ടിന് മുമ്പ് ഇങ്ങനെ വല്ലതും ഒരു പരാതി വന്നിരുന്നോ? അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ 19ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ആളാ. എനിക്ക് പോയിട്ട് 15ാം നൂറ്റാണ്ടിൽ വെല്ലുവിളിക്കാൻ പറ്റില്ല. അത് മനുഷ്യന് പ്രായോഗികമായ ഒരു കാര്യമല്ല. എനിക്കും നിങ്ങൾക്കും മുഹമ്മദിനെ പറ്റി പഠിക്കാൻ അവസരം കിട്ടിയത് ഇപ്പോഴാണ്. നമ്മളെ സംബന്ധിച്ചോളം 19ാം നൂറ്റാണ്ടിലും ഇല്ല, 20ലും ഇല്ല, 21ലും ഇല്ല. കഴിഞ്ഞൊരു വർഷമൊക്കെ ആയുള്ളൂ നമ്മൾ തുടങ്ങിയിട്ട്. കാരണം നമുക്ക് അത്രയും പ്രായമേ ഉള്ളൂ. നമ്മൾ ഈ കാലഘട്ടത്തിന് ശേഷം ജനിച്ചവരാണ്. പിന്നെ മുമ്പുള്ള മനുഷ്യര് എങ്ങനെ ചരിത്രത്തെ വ്യാഖ്യാനിച്ചു എന്ന് നോക്കിക്കൊണ്ട് പോകേണ്ട ബാധ്യതയും നമുക്കില്ല. പിന്നെ മൈക്കിളച്ചുകാട്ട് പറഞ്ഞെന്നോ ഗാന്ധിജി പറഞ്ഞെന്നോ നാരായണഗുരു പ്രകീർത്തിച്ചെന്നോ ഒക്കെ ആയിരിക്കും മറ്റുള്ള ചില വാദങ്ങൾ. അപ്പോൾ ഇകഴ്ത്തിയവരുമുണ്ട്, ധാരാളം പേര് ഇകഴ്ത്തിയവരുമുണ്ട്. കുറെ ആളുകള് ഖുർആനെ ഇകഴ്ത്തിയത് കൊണ്ടോ കുറെ പേര് പുകഴ്ത്തിയത് കൊണ്ടോ ഈ രണ്ട് ബാധ്യതയും നമുക്കില്ല. കുറെ പേര് വിക്ടർ ഹ്യൂഗോയെ പോലുള്ള ആളുകൾ ബൈബിളിനെ പ്രശംസിച്ചതുകൊണ്ടോ വോൾട്ടയർ ആക്ഷേപിച്ചത് കൊണ്ടോ ബാക്കി മനുഷ്യരെ മുഴുവൻ അവരുടെ വാദം തിരഞ്ഞെടുക്കണമെന്നുള്ള നിയമമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ ഞങ്ങളും ഇവിടുത്തെ ഇസ്ലാമിക വിമർശകരും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇതൊക്കെ 6ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്രവർഗ ജീവിതത്തിൽ നിലനിന്നിരുന്ന കാര്യങ്ങളായിരുന്നു. അത് അക്ബറും പറയുന്നു, നമ്മളും പറയുന്നു. അതേ ഉള്ളൂ. പ്രശ്നം അവിടെ തീരണ്ടേ? പക്ഷെ എവിടെയാണ് വിഷയം നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നല്ലതായിരുന്നു എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അതിന് നമുക്ക് യാതൊരു വിധത്തിലും കഴിയില്ല. അത് അന്നത്തെ കാലത്ത് സംഭവിച്ചു പോയി എന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ ചരിത്രം ചികഞ്ഞൊരു വ്യക്തിത്വത്തെ ശിക്ഷിക്കാൻ പറ്റില്ല. അത് മറ്റൊരു കാര്യം. ഇനി അങ്ങനെ ന്യായീകരിച്ച് തള്ളാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. കാരണം ആരും ശ്രദ്ധിക്കാത്തൊരു പ്രമേയം ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാനത് മുമ്പേ ഒരു ക്ലബ് ഹൗസിൽ പറഞ്ഞതാണ്. ഇവിടെ ഇവർ പറയുന്നത് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ഇവരുടെ കിതാബുകൾ വിശ്വസിച്ചാൽ മുഹമ്മദ് അല്ല ഇതിലെ തെറ്റുകാരൻ, അള്ളാഹു ആണ്. എന്താണ് കാരണം? ഈ മുഹമ്മദ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആള് തന്നെയാണ്. പക്ഷെ അള്ളാഹു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളല്ലല്ലോ, എക്കാലത്തെ ആളല്ലേ. അള്ളാഹു ആണ് ഈ സ്വപ്നം കാണിക്കുന്നത്. ആരെ? മുഹമ്മദിനെ. എങ്ങനെയുള്ള സ്വപ്നം? അന്ന് അബൂബക്കർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. 53 വയസ്സുള്ള മുഹമ്മദ് ആയിഷയെ വിവാഹം കഴിക്കാൻ ചെല്ലുമ്പോൾ 6 വയസ്സ് പ്രായമുള്ള ആയിഷയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് തരണമെന്ന് പറയുമ്പോൾ പറ്റില്ല എന്നുള്ളൊരു ശബ്ദമാണ് അബൂബക്കറിൽ നിന്ന് വരുന്നത്. പക്ഷെ അബൂബക്കറിനോട് തിരിച്ചു പറയുന്നത് അങ്ങനെയല്ല, ആ അള്ളാഹുവിന്റെ ദീനിന് യോജിക്കുന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം കണ്ട ദർശനത്തില് പട്ടിൽ പൊതിഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടു, അത് ഈ പെണ്ണാണ് എന്ന് കൃത്യം പറയുന്നു. അപ്പൊ പട്ടിൽ പൊതിഞ്ഞ ഒരു സ്ത്രീ, ഒരു പെൺകുഞ്ഞിനെ വെളിപ്പാട് കാണിച്ചു കൊടുത്തിട്ട്, ദർശനം കാണിച്ചു കൊടുത്തിട്ട് ഇവിടേക്ക് അയച്ച അള്ളാഹുവിനെയാണ് വിചാരണ ചെയ്യേണ്ടത്. കാരണം അബൂബക്കറിന്റെ ബോധം പോലും അള്ളാഹുവിനില്ല. അതാണ് കാര്യം. അബൂബക്കർ ഒരു നല്ല പിതാവായിട്ട്, ഒരു നല്ല മനുഷ്യനായിട്ട് അതിനെ എതിർക്കാൻ കാരണം പറയുന്നു. അതിന് ഇവര് പറഞ്ഞൊരു കാര്യം, ആയിഷയെ അതിനു മുമ്പേ വേറെ ആർക്കോ കല്യാണം ആലോചിച്ചു. ആകട്ടെ, വേറെ പലർക്കും ആലോചിച്ചുകൊള്ളട്ടെ, ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. എന്നാൽ നമ്മുടെ ചോദ്യം, അതൊന്നുമില്ലാത്ത ഗോത്രവർഗവാസി അല്ല എന്ന് കരുതുന്ന പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന അള്ളാഹുവിന് സാമാന്യ ബോധം വേണ്ടേ? അള്ളാഹു കാണിച്ച വെളിപ്പാടാണ് ഇവിടുത്തെ പ്രശ്നം. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു വിധത്തിലും പൂരിപ്പിക്കാൻ വയ്യ. ഞങ്ങളൊക്കെ ഇത് പറഞ്ഞപ്പോൾ ഏതാണ്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിക്കൊണ്ടിരുന്ന ആളുകള് നുപൂർ ശർമ്മ പറഞ്ഞപ്പോൾ ഇതാ ചന്ദ്രകാസകളൊക്കെയാണ്. നുപൂർ ശർമ്മ എന്ന് പറയുന്ന BJP-യുടെ വക്താവ് ലോകം കേൾക്കെ സംസാരിച്ചു. ഞങ്ങൾക്കത് വലിയ സന്തോഷമാണ്. അതിന്റെ കാരണം ഇത് വീണ്ടും ചർച്ചയിലേക്ക് വരാൻ നുപൂർ ശർമ്മയുടെ വാക്കുകൾ കാരണമായി. എന്നിട്ട് എന്തായി? ഖത്തർ ക്ഷമ പറയാൻ പറഞ്ഞിട്ട്, കുവൈറ്റ് ക്ഷമ പറയാൻ പറഞ്ഞിട്ട് ഇന്ത്യ ചലിച്ചോ? ഇന്ത്യ എന്താണെന്ന് ഇവറ്റകൾക്കറിയില്ല. ഉണക്കമീൻ ഭക്ഷിച്ചും ഈന്തപ്പഴം തിന്നും അതുപോലെ ഒട്ടകത്തിന്റെ പാല് കഴിച്ചും ഒട്ടകമാംസം തിന്നും മാത്രം ജീവിച്ചവർക്ക് ഇന്ത്യ എന്ന രാജ്യത്ത് നിൽക്കുന്ന പരിതസ്ഥിതിയെക്കുറിച്ച് ബോധ്യം വരില്ല. ഇന്ത്യയുടെ മുമ്പിൽ ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യം ഒന്നുമല്ല. അവര് ബാൻ ചെയ്താൽ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ ഇന്ത്യക്കൊരു ചുക്കും പറ്റാൻ പോകുന്നില്ല.
ഇന്തോനേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ഇറക്കുമതി വേണ്ട എന്ന് വെച്ചാൽ ഇന്ത്യക്കൊന്നും പറ്റാൻ പോകുന്നില്ല. ഇനി ഇന്ത്യയിലെ തൊഴിലാളികളെ മുഴുവൻ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഖത്തറിന് നടപ്പിലാക്കാൻ പറ്റിയ കാര്യമല്ല. ഖത്തർ എന്നല്ല ഒരു ഗൾഫ് രാജ്യത്തിനും ഇന്ത്യയെ ആശ്രയിച്ച് കഴിയേണ്ട സ്ഥിതിയാണുള്ളത്. തിരിച്ചല്ല. അത് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ആളുകളുടെ വിചാരം ഈ ഗൾഫ് മടങ്ങിയാൽ ഏതാണ്ട് പറ്റുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച്, ഗൾഫിന് ഏത് നിലയിലാണ് ഇന്ത്യക്കാൾ മേൽക്കോയ്മ? സമ്പത്തിലാണോ? അല്ല. കാരണം ഇത്തരം രാജ്യങ്ങളെല്ലാം രാജാവ് ഭരിക്കുന്ന കുടുംബ വ്യവസ്ഥയുടെ ഭാഗമാണെങ്കിൽ ഇന്ത്യ ജനാധിപത്യമുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ സ്റ്റേബിൾ ആണ്. ഇക്കാര്യത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കണം. മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. സൈന്യപകുത്വത്തിലും കഴിവിലും ഇന്ത്യയാണ് മുമ്പ് നിൽക്കുന്ന രാജ്യം. നിങ്ങൾ നോക്ക്, തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ മ്യാൻമാർ, ശ്രീലങ്ക, ഈ രാജ്യങ്ങളെല്ലാം പല ആവർത്തി പട്ടാളം ഭരിച്ചിട്ട് ഒരു മിനിറ്റ് പട്ടാളം ഭരിക്കാത്ത രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ എന്താണെന്ന് ഖത്തറിലെ കാട്ടർ റവിക്ക് മനസ്സിലാവില്ല. അവന് വിദ്യാഭ്യാസം ഉണ്ടായത് അടുത്ത കാലത്താണ്. അതും വിദേശ രാജ്യങ്ങളുടെ ഇടപെടലോടുകൂടിയാണ് അവിടെ കിടക്കുന്നവന് ബോധത്തിന്റെ ഒരു തലത്തിലേക്ക് എത്തിയത്. അവര് ബാൻ ചെയ്താൽ ഇന്ത്യക്ക് ഒരു ചുക്കും പറ്റില്ല എന്നുള്ള കാര്യം ഈ അടുത്ത കാലത്ത് തെളിഞ്ഞു. ഇവർ ഇത്രയും മുന്നിട്ടിറങ്ങിയിട്ട് ഇന്ത്യ ക്ഷമ പറഞ്ഞോ? എവിടെ ഇന്ത്യ ക്ഷമ പറഞ്ഞേ? ഇന്ത്യ ക്ഷമ പറയുന്ന ഒരു ലക്ഷണം പോലും കാണുന്നില്ല. ഖത്തർ വാല് ചുരുട്ടി, കുവൈറ്റ് വാല് ചുരുട്ടി വീട്ടിൽ പോയി. വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതാ കാര്യം എന്ന് പറഞ്ഞ പോലെ. പക്ഷെങ്കിൽ നുപൂർ ശർമ്മ ഉയർത്തിവിട്ട ഈ കോലാഹലം തികച്ചും കാലത്തിന്റെ ഒരു ആവശ്യമായിരുന്നു എന്ന് ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഇവരൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി. ആ പ്രതിഷേധം ഏതുവരെ പോകും നമുക്ക് കാണാം. ഏതായാലും ഒരു മറുവശം പറയട്ടെ. ഈ വിഷയങ്ങൾക്ക് ശേഷം കുറെ പേര് കൂടി മാനവരിൽ മഹോന്നതനെ പറ്റി അറിഞ്ഞു. അനേക ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ, അതിന്റെ ഭീകരത തിരിച്ചറിയാൻ കാരണമായി. അതേ അതുകൊണ്ടുണ്ടായുള്ളൂ, വേറെ ദോഷമൊന്നും ഉണ്ടായില്ല. ഇസ്ലാം മതത്തിൽ നിന്ന് ഇന്ന് കിട്ടുന്ന കണക്കനുസരിച്ച് കുറഞ്ഞ പക്ഷം ഒരു 250 പേരെങ്കിലും പെർ ഡേ കേരളത്തിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു, നിരീശ്വരന്മാരായി തീരുന്നു. നിങ്ങൾ കണ്ടല്ലോ, എക്സ് മുസ്ലിംസിന്റെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് പല വഴിക്ക് അത് അടിച്ചു പിരിയുന്നുണ്ട്. പക്ഷെങ്കിൽ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എക്സ് ഹിന്ദുസ് എന്ന് പറഞ്ഞ് കാണിക്കാവോ? എന്താ ഇല്ലാത്തത്? എക്സ് ക്രിസ്ത്യൻസ് എന്ന് കാണിക്കാവോ? എക്സ് ബുദ്ധിസ്റ്റുകൾ എന്ന് പറഞ്ഞ് കാണിക്കാവോ? എന്താ ഇല്ലാത്തത്? ഈ ക്രിസ്ത്യാനിറ്റി വിട്ട ആള് പോകുന്നുണ്ട്, യുക്തിവാദിയൊക്കെ ആകുന്നുണ്ട്. പക്ഷെ അവർക്ക് ക്രിസ്തുവിനോടും ഇതിന്റെ പ്രവർത്തനങ്ങളോടും വിരോധമൊന്നുമില്ല. ക്രിസ്തുവിൽ ഒരു ആരോപണം അവർക്ക് ഉന്നയിക്കാനും ഇല്ല. അവർക്ക് ക്രിസ്തു മതത്തിന്റെ രീതികളോട് വെറുപ്പുണ്ട്, വിശ്വാസികളുടെ ജീവിത സാക്ഷ്യത്തോട് വെറുപ്പുണ്ട്, ആ ക്രിസ്തുമതം ചെയ്തു വെച്ച പല തിന്മകളോട് അവർക്ക് വെറുപ്പുണ്ട്. അതിന് അവർ ക്രിസ്ത്യാനിറ്റി വിട്ടുപോയി. ഇപ്പൊ എക്സ് ക്രിസ്ത്യൻസിന് ഗ്രൂപ്പില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷേ ആയിരക്കണക്കിന് ആളുകളുള്ള എക്സ് ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, എക്സ് മുസ്ലിം ഗ്രൂപ്പ്. അത് എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർ പഠിക്കുക. ഇനി സമദാനി പറഞ്ഞതിലേക്ക് വരാം. ഈ സമദാനി നല്ല ആകർഷണീയമായി പ്രസംഗിക്കുന്ന ഒരാളാണ്. സമദാനി നല്ല ലീഗിലെ ആളുകളെല്ലാം നല്ല നിലയിൽ പ്രസംഗിക്കുന്ന ആളുകളാണ്. അവരുടെ പ്രസംഗ പാഠവത്തെ ഒന്നും ഞാൻ വില കുറച്ച് കാണുന്നില്ല, അവരുടെ പാണ്ഡിത്യത്തെയും വില കുറച്ച് കാണുന്നില്ല. ഇദ്ദേഹം ഇപ്പൊ വെച്ചിരിക്കുന്ന ന്യായം എന്താ? ഏത് പ്രവാചകനെ അവർ, മറ്റേ കക്ഷി പൂക്കോട്ടൂർ പ്രസംഗിച്ച കക്ഷിയാണെങ്കിലും പറയുന്നത്, ഏത് പ്രവാചകനെ ആക്ഷേപിച്ചാലും എതിർക്കണം. ഇപ്പോഴാണോ ഈ വയ്യ നിരത്താണോ ഈ വെളിപ്പാടുണ്ടായത്? അങ്ങനെയാണെങ്കിൽ 20-25 കൊല്ലം മുമ്പ് MM അക്ബർ ഈ ദാവീദിനെ പറ്റി പറഞ്ഞ കാലത്ത് അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പറയിൽ എന്ന് പറഞ്ഞ് ഗ്രന്ഥം എഴുതിയപ്പോൾ ഇദ്ദേഹത്തിന്റെ നീതിബോധം എവിടെ പോയി? ഇനി ഈ അഭിപ്രായം മുഹമ്മദിനുണ്ടായിരുന്നോ? ഇല്ല. ഖുറാൻ ഉണ്ടായിരുന്നോ? ഇല്ല. എങ്കിൽ പറയണ്ടേ, ഖുറാൻ പറയാത്ത, മുഹമ്മദ് പറയാത്ത കാര്യം മിസ്റ്റർ MM അക്ബർ സാഹിബ് എന്തിനു പറയുന്നു എന്നിവർ ചോദിച്ചോ? ഇല്ല. ഞങ്ങളൊക്കെ അന്ന് ലേഖനങ്ങൾ എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തവരാണ്. ഈ രൂപത്തിലൊന്നും അല്ലെന്നുള്ളതാണ് ഓർക്കേണ്ട കാര്യം. അന്ന് ചിൻവാദ് പാലം എന്നൊരു ഗ്രന്ഥം എഴുതിയ കാര്യം ബഹുമാനപ്പെട്ട ചാക്കോ പാഷയുടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്തെല്ലാം നടന്നു? എന്റെ വീടിന്റെ അവിടുന്ന് അധികം അകലെയല്ലാത്ത സ്ഥലമാണ് ഈ ചുങ്കപ്പാറ. പുസ്തകം എഴുതിയ ആള് മരിച്ചുപോയി. പുസ്തകം എഴുതിയ ആള് മരിച്ചിട്ട് പുസ്തകം കയ്യിലിരുന്നവനെ അറസ്റ്റ് ചെയ്ത പോലീസാണ് ഉള്ളത്. അവരെ കൊണ്ടുവന്നിട്ട് തിരുവല്ലയിൽ കൊണ്ടിട്ട് അതിശക്തമായി പീഡിപ്പിച്ചു. അവരുടെ വാഹനം, ഈ മൃതദേഹം കൊണ്ടുപോയ വാഹനത്തിന്റെ പിന്നിൽ കൂടിയിട്ട് ഈ മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്ന ആളുകളെല്ലാം പൊതുരെ ഉപദ്രവിച്ചു. ഇതാണ് സംഭവിച്ച കാര്യം. എന്നിട്ട് തിരുവല്ലയിലൊക്കെ നടുങ്ങുന്ന പ്രകടനം നടത്തി. എന്നിട്ട് ഈ പുസ്തകം അന്നത്തെ LDF ഭരണകൂടം നിരോധിച്ചു. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ്, കോടിയേരി അന്ന് ആഭ്യന്തരമന്ത്രിയാണ്, അത് നിരോധിച്ചു. അന്ന് എന്താ സംഭവിച്ചേ? അവിടെ പുൽപ്പള്ളിക്കാരനായ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സഹോദരൻ പോയിട്ട് ഹൈക്കോടതി കേസ് നടത്തി. ഹൈക്കോടതി കേസ് നടത്തിയിട്ട് പുസ്തകത്തിന്റെ നിരോധനം മാറ്റി. എന്തേ ഹൈക്കോടതി പുസ്തകത്തിന്റെ നിരോധനം മാറ്റിയിട്ട് ഒറ്റ ഒരുത്തിന്റെ തെരുവിൽ കാണാത്ത എന്താ? ധൈര്യം ഉണ്ട്, തെരുവിലിറങ്ങിയിട്ട് ഈ പുസ്തകം ഇനി നിരോധിക്കാൻ പറഞ്ഞ് എന്തേ സുപ്രീം കോടതി പോകാഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ കള്ളമൊന്നുമില്ല, എഴുതിയത് സത്യമാണ്. അതിവിടെ ചാക്കോ പാഷ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തെ അഭിനന്ദിക്കുന്നു. അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പറയിൽ എന്ന് നിങ്ങൾ എഴുതിയാൽ ഒരിക്കലും കേസ് വരില്ല, കേസ് നിലനിൽക്കില്ല. അതിന്റെ കാരണം എന്താ? അത് സത്യമല്ലേ? നിങ്ങൾ സത്യമാണ് പറഞ്ഞത്. ഊരിയാവിന്റെ ഭാര്യയെ ദാവീദ് സ്വന്തമാക്കി. നിങ്ങളത് പറഞ്ഞ എങ്ങനെ ദാവീദ് നിന്നയാകും? ദാവീദ് നിന്നയല്ല. സംഭവം ശരിയാണ്, വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. അതിന് പകരമല്ല ഞങ്ങൾ ഈ പറയുന്നത്.
ഇങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ള ആർജവം എവിടെ? അതാ നമ്മൾ ചോദിക്കുന്നത്. 6 വയസ്സുകാരി ആയിഷ. ഇനി നമുക്ക് ഈ ആയിഷ വിഷയം മുഴുവൻ അങ്ങ് വിട്ടേക്കാം. ആയിഷ അന്നത്തെ കാലമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അംബേദ്കർ അങ്ങനെ കല്യാണം കഴിച്ചു, ഗാന്ധിജി കല്യാണം കഴിച്ചു. ഇതിൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 53കാരനായ ഗാന്ധിജി വന്നിട്ട് 15കാരിയായ കസ്തൂർബയെ കല്യാണം കഴിക്കല്ല. 12 വയസ്സുള്ള ഗാന്ധിജി വന്നിട്ട് 10-12 വയസ്സുള്ള കസ്തൂർബയാണ് കഴിക്കുന്നത്. അംബേദ്കറും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ശൈശവ വിവാഹമാണ്. അല്ലാതെ മുതുമുത്തച്ഛന്റെ ഭാര്യയുള്ള പ്രായമുള്ള ഒരു കാർന്നോര് വന്നിട്ട് കൊച്ചു കുഞ്ഞിനെ കല്യാണം കഴിക്കല്ല. നമുക്ക് ഇതും അങ്ങ് വിട്ടേക്കാം. പിന്നെ ഈ ഉമ്മുഭാവിയുടെ വിഷയം എന്താ? മുലകുടി മാറിയ കൊച്ചിനെ കണ്ടിട്ട് ഈ കുട്ടി പ്രായമാകുമ്പോൾ ഞാൻ ഇവളെ വിവാഹം കഴിക്കും. ഇത് പറഞ്ഞ ആരാ സുഹൃത്തെ? നിങ്ങളുടെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ലേ? നിങ്ങളോട് ആര് പറയുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും പരിഭാഷപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ പക്കൽ എത്തിച്ചു തരാൻ? നിങ്ങൾ ആരുടെ പക്കലാ ഇത് എത്തിച്ചു തന്നേ? നിങ്ങൾ തന്നത് ഞങ്ങളുടെ പക്കലാ, നിങ്ങളുടെ കിതാബാണ്. നിങ്ങൾ പോയിട്ട് ബുഖാരിക്കെതിരെ കേസ് കൊടു. നിങ്ങൾ പോയിട്ട് മറ്റേ സാഹിഹുൽ മുസ്ലിമിനെതിരെ, തിർമിദിക്കെതിരെ, അബുദാബിദിനെതിരെ, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ എഴുതിയവർക്കെതിരെ കേസ് കൊടു. നിങ്ങളുടെ കിതാബ് വായിച്ചിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് കോടതിക്ക് മനസ്സിലാകും. ഇപ്പൊ പിന്നെ ഈ പോലീസ് ഇടതുമുന്നണി വന്നാലും UDF വന്നാലും നിങ്ങളുടെ ആൾക്കാരാണ്. നിങ്ങൾ പോലീസിനെ ചട്ടം കെട്ടി നിർത്തും, അവർ മീശ വിരിച്ച് കാണിക്കും, പേടിപ്പിക്കും. അതൊന്നും കണ്ട് ഞങ്ങൾ വരളുകയില്ല. അതൊന്നും കണ്ട് ഞങ്ങൾ പേടിക്കത്തുമില്ല. അങ്ങനെയുള്ള അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഇനി മറുവശത്ത് ഇത്രയും രൂക്ഷമായിട്ട് പറയാൻ കാരണമുണ്ട്. നിങ്ങൾ ഇങ്ങനെ കേസ് കൊടുത്ത് പോലീസ് വരട്ടുമ്പോൾ ഞങ്ങൾ പേടിച്ചു പോകുന്നവരല്ല എന്ന് 1 കൊല്ലം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. ഇത് നിൽക്കാൻ ഒറ്റ വഴി ജാക്കോബ് പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? നിങ്ങൾ ആദ്യം നിർത്തണം. നിങ്ങൾക്ക് മാത്രമായിട്ട് ഇവിടെ റൈറ്റ് വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേക അധികാരം വല്ലോ ഇന്ത്യൻ ഭരണം എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം ഒരവകാശമുള്ളൂ. ദൈവം ഇല്ലെന്ന് പറയുന്നതിന് ഇവിടെ ജീവിക്കാം, അതിനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അതിന് സ്വാതന്ത്ര്യമുള്ള രാജ്യം ഇത്. മതം മാറാൻ സ്വാതന്ത്ര്യമുണ്ട്. മതം മാറാനും മതം വേണ്ടെന്ന് വെക്കാനും ദിവനം പ്രതി മതം സ്വീകരിക്കാനും തള്ളാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യം ഞങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിഷമമുള്ളവര് ഇഷ്ടപ്പെട്ട രാജ്യത്ത് നോക്കൂ. ഞങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതിന് നിങ്ങളാ കാരണം. ഞങ്ങളെ ഖുറാൻ പഠിക്കാൻ കാരണം എന്താ? ഞങ്ങൾ ഇതെല്ലാം പഠിക്കുന്നവരായിരുന്നോ? ഞങ്ങൾ നിങ്ങളെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ടോ? എവിടെങ്കിലും പ്രസംഗം കേൾപ്പിക്കോ? നിങ്ങൾ ചോദിച്ചു വാങ്ങി. ഞങ്ങൾ എന്ത് പറ്റി? തിരിച്ച് നിങ്ങൾക്ക് ആശയം പറഞ്ഞ് ഇതിനെ തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇന്ന് വന്ന ഒരു രസകരമായൊരു പ്രമേയം പറഞ്ഞ് ഞാൻ നിർത്താം. ഈ ഹിറ്റ്ലർ, അയാൾക്കെതിരെ ജർമ്മനി കവിത എഴുതിയ ഒരാളെ കൊന്നുകളഞ്ഞു. അപ്പൊ ഈ കൊച്ചു അമ്മയോട് ചോദിച്ചു, എന്റെ പപ്പയെ എന്തിനാണ് ഹിറ്റ്ലർ കൊന്നത്? ഉടനെ പറഞ്ഞ കാര്യം ഇതാണ്, ഹിറ്റ്ലറിനെതിരെ നിന്റെ പപ്പ കവിത എഴുതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൊച്ചു ചോദിച്ചു, എന്നാ പിന്നെ ഹിറ്റ്ലർക്കും തിരിച്ചൊരു കവിത എഴുതിയാ പോരെ? പ്രശ്നം തീർന്നില്ലേ? ഇതാ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ ഈ സമദാനിക്ക് ഇത്ര കാലളകാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുഹമ്മദിന്റെ ഗുണം ഒന്ന് പറയും. മാഷേ, മനസ്സിലായോ? മുഹമ്മദ് ഇനി ഒരു ഗുണവും ഇല്ലാത്ത ആളായിക്കോട്ടെ, ഞങ്ങൾക്ക് അതും വിഷയമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മുഹമ്മദിനെ മാനവരിൽ മഹോന്നതനായിട്ടോ ശ്രേഷ്ഠനായിട്ടോ കൊണ്ടടക്ക്. പക്ഷെ നിങ്ങൾ ഇത് എവിടെ ചെയ്തത്? നിങ്ങൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ലഘുലേഖകൾ വഴി കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി മോശം ആക്ഷേപങ്ങൾ നടത്തി. നിങ്ങൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് ബൈബിളിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആളുകളെ തരംതിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. നിങ്ങൾ ട്രിനിറ്റി വിശ്വസിക്കുന്ന ഞങ്ങളുടെ അരിയിൽ വന്നിട്ട് അതിൽ ശ്രേഷ്ഠമായതുണ്ടെന്ന് പറയാനായിട്ട് ശ്രമിച്ചു. അത് കേട്ടപ്പോൾ ഞങ്ങൾ പഠിച്ചു, നിങ്ങളുടെ പുസ്തകം പഠിച്ചു. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തപ്പോഴാണ് പഠിച്ചേ. നിങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത് ലോകം കണ്ടതിലെ ഏറ്റവും മാന്യനും മഹാനും മുഹമ്മദാണ്. എന്നിട്ട് നിങ്ങൾ പുസ്തകം തന്നു. ഞങ്ങൾ പോയിട്ട് IPH നിന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ പബ്ലിക്കേഷൻ കമ്പനിയിൽ നിന്ന് പുസ്തകങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ക്വാളിറ്റി ഇല്ല. ഞങ്ങൾ അത് ഓരോന്നോരോന്ന് എടുത്തു തന്നിട്ട് അവസാനം ചോദിച്ചു, ഞങ്ങൾ വായിച്ചിട്ട് കാണുന്നില്ല. നിങ്ങൾ പറയൂ, ഈ മനുഷ്യനിലെ മഹത്വം എന്ത്? ഞങ്ങൾ എന്താണ് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ ഒന്നൊന്നായിട്ട് അങ്ങോട്ട് തരാം. ഇനി ഞങ്ങൾ തിരിച്ചൊരു കാര്യം കൂടെ ചോദിക്കാം. ബൈബിളിലെ കർത്താവായ യേശു ക്രിസ്തു, ആ സന്ദേശം പ്രചരിപ്പിച്ച പത്രോസ്, അത് പഠിപ്പിച്ച പൗലുസ്, അത് പഠിപ്പിച്ച തിമത്യോസ്, ഇവരെ ഒരു ലൈനിൽ നിർത്തുക. നിങ്ങളുടെ ആളുകളെ നിർത്തുക. വേണ്ട, അവരെ എല്ലാം വിട്ടേക്കാം. യേശുവിനെ ഒറ്റി കൊടുത്ത് യൂതയെ നിർത്താം. യൂത ഒരു നെഗറ്റീവ് ക്യാരക്ടറാണല്ലോ. യേശുവിനെ ഒറ്റി കൊടുത്ത ആളാണല്ലോ. നമുക്ക് യൂതയുമായി തുലനം ചെയ്യാൻ പറ്റിയ ഒരാളെ 1400 വർഷം പഴക്കമുള്ള ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? യൂതയുടെ നിലവാരമുള്ള ഒരുത്തനെ, അത്രയെങ്കിലും വരുന്ന ഒരുത്തനെ. യൂത 5 വയസ്സുള്ള കൊച്ചിനെ കെട്ടിയോ? യൂത മുട്ടിലെഴിയുന്ന ഉമ്മുഭാവി പ്രായമാകുമ്പോൾ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞോ? 63 വയസ്സുള്ള സൗദയെ വിവാഹം കഴിച്ചിട്ട് തെരുവിൽ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞോ? അയാള് ഹബ്സയെ സ്വന്തമാക്കിയിട്ട്, അതുപോലൊരു സ്ത്രീയെ സ്വന്തമാക്കിയിട്ട് ആ വീട്ടിൽ മാരിയത്ത് പറഞ്ഞൊരു യുവതിയെ കൊണ്ടുവന്ന് താമസിച്ചോ? നിങ്ങൾക്ക് ഇത്രയും എണ്ണി 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 പറയാൻ ഞങ്ങൾ റെഫറൻസ് അടക്കം പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്നെയും ഇത് ചോദിച്ചു വാങ്ങുകയാണ്. നിങ്ങളുടെ റൂമുകളിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ വന്നാൽ ഞങ്ങൾ സംസാരിക്കാൻ അവസരം തരില്ല. ഇവിടെ ഇപ്പൊ 100-400 പേരുണ്ട്. നിങ്ങൾ കയറുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഞങ്ങൾ ഉറക്കില്ല, ബഹളം വെക്കില്ല. IVTയുടെ സംസ്കാരം നിങ്ങൾക്കറിയാം. ഞങ്ങൾ നിങ്ങൾക്കാണ് കൂടുതൽ സമയം തരുന്നത്. ഞങ്ങൾ വീണ്ടും നിങ്ങളോട് ചോദിക്കാം, നമുക്ക് ഈ തർക്കം നിർത്താം, നമുക്ക് സ്നേഹത്തിൽ കഴിയാം, നമുക്ക് പഴയതിനേക്കാൾ ബന്ധത്തിൽ പോകാം. ഒന്നുകിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മാനവരിൽ മഹോന്നതൻ എന്ന് നിങ്ങൾ പറയുന്ന ആളിന്റെ 10 ഞങ്ങൾ വിട്ടു, ഒരു ഗുണം 5 ഞങ്ങൾ വിട്ടു, ഒരു ഗുണം വന്ന് ദയവായി ഞങ്ങളോട് പറ, ഇന്ന ഗുണം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ക്ഷമയെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച്. അദ്ദേഹം പഠിപ്പിച്ചൊന്നും കേൾക്കണ്ട. പഠിപ്പിക്കാൻ ആർക്കും എളുപ്പമാണ്.
ഇവിടെ പകല് പറഞ്ഞ എല്ലാം പഠിപ്പിച്ച കാര്യമല്ലേ? ഇദ്ദേഹം എന്തോ പഠിപ്പിച്ചത്, എന്താ പഠിപ്പിച്ചത്? ശത്രുവിന്റെ അല്ല അയൽവക്കത്ത് ആഹാരമില്ലെങ്കിൽ കൊടുക്കാൻ പഠിപ്പിച്ചു, അയൽവക്കക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. എന്റെ സുഹൃത്തെ, അത് യേശു ക്രിസ്തുവും അപ്പോ മനുഷ്യൻ വരുന്നുണ്ട്, പണ്ട് മുതലേ വരുന്നുണ്ട്. യേശുവിന്റെ വാക്കിലും ഉണ്ട് നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി യേശു അത് പറഞ്ഞില്ലെന്ന് വെച്ചോ, മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. നബി പറഞ്ഞില്ലെങ്കിലും മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞത്, ഇനി ഇത് നബി പറഞ്ഞു എന്ന് കരുതി ആ പറച്ചിൽ അവിടെ നിൽക്ക്, പറച്ചിൽ അവിടെ നിൽക്ക്. നിങ്ങൾക്കും എനിക്കൊക്കെ അതിലും നല്ല പറയാം. പക്ഷെ ചോദ്യം, മുഹമ്മദ് എന്നിട്ട് എന്താ ഇത്? അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മുഴുവൻ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കണം. കൃത്യം വചനമില്ലേ? ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് പുറത്താക്കണം. ഇനി വേദക്കാരായ ആളുകളെ, അവിശ്വാസികളായ ആളുകളെ കാണുന്നിടത്ത് കൊല്ലുക. നിങ്ങളുടെ ആയത്തിലില്ലേ, നിങ്ങളുടെ പുസ്തകത്തിലില്ലേ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പുതിയ നിയമത്തിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ? യേശുവിന്റെ പഠിപ്പിക്കൽ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ? നിങ്ങളെ സ്നേഹിക്കണമെന്നാ പഠിപ്പിച്ചേ. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം ഒരു കക്ഷികൾ റൂമിട്ടല്ലോ, അതെന്തെന്ന കാലകരണപ്പെട്ടാണ് യേശുവിന്റെ വാക്കുകൾ. സുഹൃത്തെ, കാലകരണപ്പെട്ടത് മുഹമ്മദിന്റെ വാക്കുകളാണ്. മുഹമ്മദ് ഇന്ത്യയെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾക്കെതിരെ കേസ് വരും, പോക്സോ കേസ് വരും, നിങ്ങൾ അകത്തു പോകും. നിങ്ങൾ തന്നെ പറയാ, അത് ഗാന്ധിജി പുരസ്കരിച്ച് പറഞ്ഞിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയിൽ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കോടതിക്ക് കേൾക്കണ്ട. കോടതിക്ക് വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചോ എന്ന് വെച്ചാൽ നിങ്ങൾ അകത്തു പോകും. കമാൽ പാഷ അവിടെ ജഡ്ജിയായിട്ടിരുന്നാൽ പോലും നിങ്ങൾ അകത്തു പോകും. കാരണം മുഹമ്മദിന്റെ ചര്യകൾ കാലകരണപ്പെട്ടു. അബ്ദുൽ സമദാനിയെ കുറിച്ച് കൂടി പറയട്ടെ. ഇവർക്കൊക്കെ ഇത്ര ആവേശം കയറി പ്രസംഗിക്കുമ്പോ ഇത്രയൊന്നും വേണ്ടല്ലോ. ഒരു പ്രവാചകനെയും നിന്ദിക്കുന്നില്ല. നിങ്ങൾ ഈ പ്രവാചകന്റെ ഗുണം പറയുക ഒന്നുകിൽ, അല്ലെങ്കിൽ ക്രൈസ്തവന്റെ അടുത്ത് വന്നിട്ട് ശ്രേഷ്ഠത പറയാതിരിക്കുക. ഞങ്ങൾ ലോജിക്ക് പഠിച്ചവരാണ്, ഞങ്ങൾ തത്വചിന്താപരമായി കാര്യങ്ങൾ വീക്ഷിക്കുന്നവരാണ്, ഞങ്ങൾ മദ്രസയെ പഠിച്ചു വന്നവരല്ല, ഞങ്ങൾ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവരാണ്, ബോംബുണ്ടാക്കുന്ന ശീലം ഞങ്ങൾക്കില്ല, കത്തിക്കുത്തും കൊലയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പതിവായി പറയുന്നൊരു കാര്യം പറഞ്ഞ് നിർത്താം. ഇസ്ലാമിന് ഇവിടെ ബോംബിനെ പേടിയില്ല, RSനെ പേടിയില്ല, പോലീസിനെ പേടിയില്ല, നിയമത്തെ പേടിയില്ല, നീതിപീഠത്തെ പേടിയില്ല. പേടിയുള്ള ഒറ്റ കാര്യമുള്ളൂ, അത് ആശയത്തെയാണ്. ആശയത്തെ നിങ്ങൾക്ക് പേടിയുണ്ട്. കാരണം ആശയപരമായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ ത്രാണി പോരാ. വിശേഷിച്ച് ക്രൈസ്തവന്റെ അടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് അതിനുള്ള ശേഷി പോരാ, ത്രാണി പോരാ. പറ്റാത്ത പണിക്ക് നിങ്ങൾ ഇറങ്ങാതിരിക്കുക. നിങ്ങൾ ഇറങ്ങുന്നതിനനുസരിച്ച് അസ്കർ അലിമാർ ഉണ്ടായിക്കൊണ്ടിരിക്കും, ജാമിദ ടീച്ചർമാർ ഉണ്ടായിക്കൊണ്ടിരിക്കും, നിങ്ങൾ ഇറങ്ങുന്നതിനനുസരിച്ച് ജബ്ബാർ മാഷുമാർ ഉണ്ടായിക്കൊണ്ടിരിക്കും, ആരിഫ് ഹുസൈൻമാർ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാതെ ഒരു പ്രയോജനമില്ല. ഈ ക്ലബ് ഹൗസും സോഷ്യൽ മീഡിയ ഒക്കെ രൂപപ്പെട്ട ശേഷം, അല്ലെങ്കിൽ ഈ അടുത്ത ഒരു 10 കൊല്ലത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്ന ആളുകളെ ഓർക്കുക. ജബ്ബാർ മാഷൊക്കെ പഴയ ആളുകളാ, ജാവിദ ടീച്ചറും അസ്കർ അലിയും, അതുപോലെ പുതിയങ്ങാടിയൊക്കെ അടുത്ത കാലത്തല്ലേ. നിങ്ങൾക്ക് ഈ നിരയെ കുറെ ആളുകളെ, ഞങ്ങളുടെ ആളുടെ പേര് പറ, ധൈര്യം ഉണ്ടെ പറ. ഈ രൂപത്തിൽ വന്നിട്ട് ചർച്ചയ്ക്ക് ശേഷം ഇത്ര പേര് നിങ്ങളെ വിട്ടു പോയി എന്ന് പറയാൻ പാകത്തിന് ഞങ്ങളുണ്ടെ പറ. ചുരുക്കത്തിൽ നിങ്ങൾ തുറന്നു വിട്ടു ഈ ഭൂതത്തെ, അത് നിങ്ങളെ തന്നെ തിരിഞ്ഞു കുത്തുന്നു. അത് വരാതിരിക്കാൻ നിങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി, മാനവരിൽ മഹോന്നതനെ പറ്റി നിങ്ങൾ വല്ല മദ്രസയെ പഠിപ്പിക്കുകയോ പള്ളി പ്രസംഗിക്കുകയോ ചെയ്യുക. ഞങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ട് വരാതിരിക്കുക. പറഞ്ഞുകൊണ്ട് വന്നാൽ കൃത്യം നിങ്ങളുടെ കിതാബ് ഉദ്ധരിച്ച് കൃത്യമായ മറുപടി സമയാസമയങ്ങളിൽ തന്നിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു അനിൽ പാസ്റ്റർ. കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്, കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചില മുസ്ലിം സഹോദരങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ അവരിലേക്ക് പോയിട്ട് നമ്മുടെ സഹോദരന്മാരിലേക്ക് വരാം എന്നാണ് ചിന്തിക്കുന്നത്. ഫൈസൽ ഇവിടെ ഉണ്ടോ? ഫൈസൽ ഉണ്ടോ? ഹലോ ഹലോ, പറഞ്ഞോളൂ. കേൾക്കാവോ? കേൾക്കാം. ഞാന് നിങ്ങളെ ചർച്ച നടന്നുണ്ട്. ഞാൻ അവസാന നിമിഷം എനിക്കൊരു 10 മിനിറ്റ് സമയം കിട്ടിയാൽ മതി ഉണ്ടെങ്കിൽ. ഞാൻ ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് പറഞ്ഞാൽ മതി. 10 മിനിറ്റ് ഒരുമിച്ച് തരാൻ പറ്റുന്നില്ല, എങ്കിലും സമയം തരാം. നോക്കാം, ആയിക്കോട്ടെ. ഓക്കെ, ശരി. അടുത്തത് ഗിബോർ ബ്രദർ ഉണ്ടോ? സംസാരിച്ചോ, പറഞ്ഞോളൂ. ഗിബോർ ബ്രദർ ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. JK. ഓക്കെ, താങ്ക്സ്. ഞാൻ കേൾക്കുകയായിരുന്നു പാസ്റ്ററുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വളരെ എന്താ പറയാ, പ്രവാചകൻ എന്നാന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല, പണ്ട് വർഷങ്ങളായിട്ട് ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് വന്നിങ്ങനെ ചൊറിയും. അതായത് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ സമയത്തൊക്കെ മുതലേ ഇവരിങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പം യേശുക്രിസ്തു ദൈവമാണോ, ഞങ്ങളും നിങ്ങൾ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞാണ് വരിക. അതിങ്ങനെ അവര് ഇന്നസെന്റ് ആണ് കേട്ടോ, ഞാൻ അവരെ വളരെ മോശപ്പെടുത്തി പറയുന്നല്ല, അവരെ വീട്ടിൽ കേൾക്കുന്നതായിരിക്കും പറയുന്നത്. ഇങ്ങനെ വന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊന്നും നമുക്ക് തിരിച്ചു വരാനുള്ള അറിവില്ല. പിന്നീട് വളർന്നു വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോഴേക്കും അങ്ങ് എന്താ പറയാ അവരങ്ങ് ഭയങ്കര പ്രശ്നത്തിലാവും. അവര് 4 പേര് ഈ ഒരു ഡയലോഗ് സംസാരം നടക്കുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയച്ചേ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, അവര് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അവരെന്തെങ്കിലും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും, അവർക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് പിന്നെ ഭയങ്കര അനുകൂലമായിട്ടാണ് എപ്പോഴും സാഹചര്യങ്ങൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഈ റൂമിട്ട് എവിടെ ഏത് ക്രിസ്ത്യൻസിന്റെ റൂമാണെങ്കിലും വരുന്നതിൽ ആദ്യം മുൻഗണന സാങ്കേതികപരമായിട്ട് അവർക്കാണ് കിട്ടാറ്. നിങ്ങൾ അവിടെ നിൽക്കുക, മുസ്ലിംസ് വന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കേണ്ട അവസരം എന്നാണ് പറയാറ്. എന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ്. എന്ത് കാര്യത്തിൽ എരവാദ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളത് ഇവരുടെ ഒരു ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രവാചകൻ എന്നാന്ന് പറഞ്ഞത്. ഞാനും കൊടുത്തോട്ടും പാസ്റ്റർ നേരത്തെ ഉണ്ടായിരുന്ന റൂമിൽ ഈ കാര്യത്തെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പൊ ശരിക്കും അള്ളാഹുവിനെ പറ്റി പറയുന്നതിന് പാസ്റ്റർ പറഞ്ഞത് 10 വർഷം തടവോ ചാട്ടവാറിന് അടിയേറ്റേ ഉള്ളൂ എല്ലാ രാജ്യങ്ങളിലും, ഈ ശരീരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ ശിക്ഷ കൂടുതൽ തലവെട്ടിക്കളയുന്നത് മുഹമ്മദിനെ പറ്റി പറയുന്നതിനാണ്. മുഹമ്മദിനെ നിന്ദിക്കുകയോ മുഹമ്മദ് ചെയ്തതിനെ പറ്റി എന്തെങ്കിലും വിളിച്ചു പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നിന്നയാവും എന്നുള്ളതാണ്. അതിന് ശിക്ഷ കൂടും എന്നുള്ളതാണ് പാസ്റ്റർ നേരത്തെ ആ റൂമിൽ പറയേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിന്റെ ദൈവം മുഹമ്മദാണ്. വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാസിം, ഞങ്ങൾ ആ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. കാസിം എന്നുള്ള പേരിൽ നിന്ന് മുഹമ്മദ് എങ്ങനെ മുഹമ്മദ് ആയി എന്നുള്ളത്, എന്നെ മുഹമ്മദ് എന്ന് വിളിച്ചോളണം അല്ലെ അഹമ്മദ് എന്ന് വിളിച്ചോളണം, അങ്ങനെ 3-4 പേര് അദ്ദേഹം തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ടു ബി പ്രൈസ്ഡ് എന്നാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത്. അപ്പൊ കാസിം ആയിരുന്നു ശരിക്കും. അപ്പൊ കാസിം എന്താ പറയാ സ്തുതിക്ക് യോഗ്യനായി മുഹമ്മദായി സ്വയം അവരോഹിക്കുകയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലെ ദൈവം മുഹമ്മദ് തന്നെയാണെന്നുള്ളതാണ് പാസ്റ്റർ പറഞ്ഞ് കഴിഞ്ഞ റൂമിൽ സംസാരിച്ച് വന്നത്. അപ്പം ഈ അവരുടെ ദൈവത്തെ, ശരിയായ ദൈവത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമുണ്ടാവും. സത്യത്തില് ഈ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ആരൊക്കെ പറയുന്ന കേട്ടിരുന്നു. ഞാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് മുമ്പ് സംസാരിച്ച ആരോ പറഞ്ഞു കേട്ടിരുന്നു. ഇത് വളരെ നല്ലതാണ്. ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഈ നടന്ന ചർച്ചകളും ഈ ഒരു ഇഷ്യൂ ഒക്കെ വളരെ നന്നായി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാതെ ഇപ്പോഴും ഇവര് ഒരു പാവം പിഞ്ചു കുഞ്ഞുങ്ങളാണെന്നുള്ള തരത്തിൽ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെന്തോ അങ്ങനെയൊന്നും പറയല്ല, അങ്ങനെ മോശമാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് വിചാരിക്കുന്നവർ മറ്റുള്ള ആൾക്കാർ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഇത് ചെയ്യാൻ കഴിയില്ല. 6 വയസ്സുള്ള ഒരു കൊച്ചിനെ കല്യാണം കഴിച്ച് അതിനെ 9 വയസ്സിൽ പീഡിപ്പിച്ച് അങ്ങനെയൊന്നും ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയില്ല ഇന്ന് ചിന്തിക്കുമ്പോൾ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. പക്ഷെ മാതൃകയായിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന അങ്ങനെ ഒരു ഐഡിയൽ ഒരു മാതൃകാ പുരുഷൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ അവര് വിചാരിക്കും നമ്മൾ നുണ പറയാന്നുള്ളതാണ്. അപ്പൊ ഇത് സത്യസന്ധമായി ഇങ്ങനെയൊക്കെ നടന്നു എന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഇഷ്യൂ നടന്നപ്പം കേട്ട 1000 പേരിൽ ഒരു 10 പേരെങ്കിലും ഈ ചുമ്മാ ഗൂഗിൾ ചെയ്തിട്ടെങ്കിലും നോക്കിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയും അത് ഹിന്റായിട്ട് പല ആളുകൾക്കും തുടർന്നുള്ള വായനകളിലേക്ക് അവരെ ലീഡ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളും ഖുറാനും ഇവരുടെ തഫ്സീറുകളും മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കാൻ അതിന് കാരണമാവും എന്നുള്ളതാണ്. അപ്പൊ അതൊരു ദൈവപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് അനേക ആളുകളിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഈ പറയപ്പെടുന്ന പല ഇസ്ലാമിക സുഹൃത്തുക്കളും അവരെന്തിലാണ് വിശ്വസിക്കുന്നത്, അവരുടെ മതം ഇത്രമാത്രം വികൃതമാണെന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയില്ല. അവർ ശരിക്കും അതിന്റെ ഇരകളാണെന്ന് പറയുന്നത് വാസ്തവമാണ്. അപ്പം അവര് തന്നെ ഇത് വായിച്ച് പലരും പഠിക്കട്ടെ. പലരും ഇപ്പൊ ക്ലബ് ഹൗസിൽ വന്നിട്ട് പറഞ്ഞേക്കില്ല ഞങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. കാര്യം അവര് അങ്ങനെ വിശ്വസിക്കോളൂ. ഇതിപ്പോ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒരു കൊച്ചിനെ കാണാൻ പോവുകയാണ്. നമ്മളിപ്പോ ആർക്കെങ്കിലും ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ നമ്മള് അടുത്ത് പരിചയമുള്ളൊക്കെ ആണെങ്കിൽ കാണാൻ പോകും. അപ്പൊ കാണാൻ പോകുന്ന കൊച്ചിനെ കാണുമ്പോൾ ഇത് കൊച്ചു വളർന്നു വലുതാവട്ടെ, ഇവിടെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോരുന്നത് 10-60 വയസ്സിൽ 50 വയസ്സിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോരാന്ന് പറഞ്ഞാൽ അതൊക്കെ മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരും വിചാരിച്ചേക്കുന്ന ഇങ്ങേരെന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു വായനയ്ക്കുള്ള ഒരു സാധ്യത കുറഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ കേസുകൾ ഇവർ കൊടുക്കും, കേസൊന്നും നിലനിൽക്കില്ല, അതൊക്കെ നമുക്കറിയാം. എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ കേസ് കൊടുക്കുന്നത്. ഇവർക്ക് ഒരേ കേസൊന്നും നിലനിൽക്കില്ല എന്നുള്ള കാര്യം. അപ്പം തുടർന്നുള്ള വായനകൾക്ക് ഇതൊക്കെ കാരണമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം സിസ്റ്റർ ബ്രദറെ, ഒരു കാര്യം 2 സജഷൻസ് മുമ്പോട്ട് വെക്കുകയാണ്. ഒന്ന്, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാര് ഈ ചർച്ചയിലുണ്ടെങ്കിൽ അവർക്ക് അവസരമുണ്ട് സംസാരിക്കാൻ. നമ്മൾ അനിവാര്യമായ സമയം നിങ്ങൾക്ക് നൽകും. എന്നാൽ നീണ്ട 10 മിനിറ്റ് ഒരു പ്രഭാഷണം പോലെ കേൾക്കാൻ നമുക്ക് പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അത്രയും ടൈം അനുവദിക്കാൻ നിർവാഹമില്ല. എങ്കിലും ഫൈസൽ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സംസാരിക്കാം.
അതൊരു കാര്യം. രണ്ടാമത് മുസ്ലിം ഗ്രൂപ്പുകളിൽ ചെന്ന ശേഷം അവിടെയുള്ള ആ, ഇടങ്ങളിൽ ചെന്ന് ക്രൈസ്തവരായ ചില സുഹൃത്തുക്കൾ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. അത് തെറ്റൊന്നുമല്ല, അത് അവരുടെ പഠനമൊക്കെ ആയിരിക്കാം. അതിലും ഞങ്ങൾക്ക് അസഹിഷ്ണുതയില്ല. അത്തരമുള്ള ചില സുഹൃത്തുക്കളും ഇവിടെയുണ്ട്. ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പറയുന്ന ന്യായം ഞങ്ങൾ കൂടി ഒന്ന് ബോധ്യപ്പെടാൻ ഇവിടെ വന്ന് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടതാണ്. നിങ്ങളെയും ആരും വിലക്കില്ല. ഞാൻ അലൻ സാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ വരാം. അദ്ദേഹത്തിന് ചില വാദഗതികൾ ഇത് സംബന്ധിച്ച് വിഭിന്നമായിട്ടുണ്ട്. അതിവിടെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ അതിന്റെ മറുപടിയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ, ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അവസരമുണ്ട്, കയറി വരാം, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായ വിധത്തിൽ സമയം തരും. നീണ്ട പ്രസംഗത്തിന് അവസരമില്ല, കാരണം ഇത് ചെറിയ ടോക്കാണ്. ആ ടോക്കിൽ ആ രൂപത്തിൽ സംസാരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം നിർത്തുന്നു. മോഡറേറ്റേഴ്സ് ബാക്കി കൈകാര്യം ചെയ്യും.